അടിച്ചു പൊളിച്ചിരിക്കാനായി മോറോ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു ഐലൻഡ് സർവൈവൽ എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതിൻ്റെ പുറകെ ബാക്കിയുള്ള വീഡിയോ വരും. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആക്കിയിട്ട് താമസിച്ച് അപ്പോൾ ഗെയിമിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന് സ്പോണാക്കണ തന്നെ ഒരു വില്ലേജുള്ളവിടെയാണ്. പക്ഷേ ഇതൊരു ഐലൻഡാണ് ഗൈസ്. ഇവിടെ മുഴുവൻ ചുറ്റും വെള്ളമാണ് ഗൈസ്. നമുക്ക് ഈ ഐലൻഡിൽ തന്നെ സർവൈവ് ചെയ്യണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ വില്ലേജിൻ്റെ ഇവിടെ മറ്റേ എന്താണ് നെതർ പോർട്ടില്ല ആ സാധനമുണ്ട് ഗേസ്. നമുക്ക് അവിടെ ചെന്നിട്ട് ചെസ്റ്റിൽ നിന്ന് വല്ലതും ഉണ്ടാകുന്ന നോക്കാം. നോക്കട്ടെ, ചെസ്റ്റ് തുറന്നപ്പോൾ നമുക്ക് പിക്കാക്സും മറ്റേ എന്താണ് ബൂട്ട്സും പിന്നെ ഗോൾഡിൻ്റെ ഇങ്കട്ടും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി ഗേസ്. അപ്പോൾ നമുക്ക് ഇനി വില്ലേജിൻ്റെ അങ്ങോട്ട് പോയി നോക്കണം. ഇതൊക്കെ ഒന്ന് ഇടട്ടെ കേസ്. നമുക്ക് ഇനി വില്ലേജിൻ്റെ അവിടെ വല്ല ചെസ്റ്റ് വേണമെങ്കിൽ അത് ഉപകാരം. പക്ഷേ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്യണം കേസ്. റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ചമ്മും കേസ്. റീസ്പോൺ പോയിൻറ്റ് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേസ് ഇവിടെ മറ്റേ ഇതിന് ഡയമണ്ടൊക്കെ കിട്ടാറുണ്ട് കേസ് കുറേ പേർക്ക്. അപ്പോൾ ഇതിനുള്ളിൽ ഉണ്ടാകാൻ നോക്കാം കേസ്. അപ്പോൾ ഇതുപോലത്തെ 2 വീടുണ്ട് കേസ്. നമുക്ക് ആദ്യം ഇതിൽ കയറി നോക്കാം ഇതിലത്തെ ചെസ്റ്റ്. അപ്പോൾ ഗൈസ് 2 മറ്റേതുണ്ട് അയൺ, പിന്നെ കുറച്ച് എൻ്റെ കുതിരേൻ്റെ മേത്തേക്കുന്ന സാധനമില്ല അതും, പിന്നെ മറ്റേ പുതിയതായിട്ട് വന്ന എൻ്റെ ശൂലം പോലത്തെ സംഭവമുണ്ട്. പിന്നെ അതിന് സ്പിയർ എന്നാണ് ഗൈസ് എന്നെ പറയണം. ഗൈസ് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ ഗൈസ് ഡയമണ്ട് ഉണ്ട് ഗൈസ്, ഡയമണ്ട്. പിന്നെ മറ്റേ ലെഗിൻസും ഹെൽമെറ്റൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ തിരിച്ച് വെക്കാം ഗൈസ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വല്ല മൈൻഡ് ചെയ്യാൻ വേണമെങ്കിൽ പണി പാളും. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വെച്ചേക്കാം, അല്ലെങ്കിൽ നമ്മളിലത്തെ എല്ലാ സാധനവും പോകും ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇടട്ടെ, അയ്യൻ ഇട്ടേക്കാം, ഗോൾഡ് ആയി കൊണ്ട് വെച്ചേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് റീസ്പോൺ പോയിൻ്റ് സെറ്റ് ചെയ്യണം. റീസ്പോൺ പോയിൻ്റ് നമുക്ക് ഈ വീടെടുത്താലോ ഗൈസ്. കട്ടിലുണ്ട് ഈ വീട്ടിൽ, നോക്കട്ടെ. ഉണ്ട് ഗൈസ് കട്ടിൽ. അപ്പോൾ റീസ്പോൺ പോയിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി നേരെ ഇതൊക്കെ എടുക്കാം ഗൈസ്. എടുത്ത് നമുക്ക് മറ്റേ ബ്രെഡ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇതും കൂടി കുറച്ച് എടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ചെസ്റ്റ് ഉണ്ട് ഗൈസ് അവിടെ. ചെസ്റ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് മറ്റേ കുറേ പേപ്പർ സാധനങ്ങളൊക്കെയാണ് ഗൈസ്, എന്നാൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളാണ്. നമുക്ക് ഇപ്പുറത്തെ വീട്ടിൽ വല്ലതും ഉണ്ടാവുക ഗൈസ്. ഇപ്പുറത്തെ വീട്ടിൽ ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഇവിടെ അത് വില്ല് ഇറക്കിയപ്പോണ്ട് ഗൈസ്. നമ്മൾ കയറിയാണ്. പിന്നെ ഇതൊരു കഴുത നിൽക്കണം ഗൈസ്, കഴുതക്കുട്ടന്മാർ. ഇപ്പോൾ ഗൈസ് ഇതേ പന്നീനെയൊക്കെ മറ്റേ എയറിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഗൈസ്. എന്താണ് പിന്നെ അടുത്ത എപ്പിസോഡ് വരും. അപ്പോൾ ഇത് നമ്മുടെ ഐലൻഡ് സർവൈവൽ ഫസ്റ്റ് എപ്പിസോഡ് ഗൈസ്. എല്ലാവരും ലൈക്കൊക്കെ അടിച്ച് വെച്ചേക്ക്. ഓക്കെ, അതൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കോൾ ഇരിക്കണ കാര്യം ഞാൻ ശ്രദ്ധിച്ചു ഗൈസ്. അപ്പോൾ ഈ കോൾ വെച്ച് നമുക്ക് നേരെ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കണം ഗൈസ്, ടോർച്ചൊക്കെ. അപ്പോൾ ഈ കോളൊക്കെ നൈസായിട്ടാണ് മൈൻഡ് എടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അത് സൈഡിലൊരു അയണാണ്. ഗൈസ് അയൺ ഇരിപ്പുണ്ട് ഈ സൈഡിൽ ഗൈസ്. 1-2 വല്ല കാണത്തുള്ളു അല്ല ഗൈസ്. ഇത് കുറേ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഇത്ര ഉണ്ടെന്നറിയാൻ മേല. അപ്പോൾ ഗൈസ് നമുക്ക് ഞാൻ കോളൊക്കെ ഒന്ന് മൈൻഡ് എടുക്കണം. ആ കോളും കൂടി ഒന്ന് മൈൻഡ് ചെയ്താലേ നമുക്ക് ടോർച്ചൊക്കെ ഉണ്ടാക്കാം. അയ്യൊക്കെ അടുത്ത വീഡിയോയിൽ സ്മെൽറ്റൊക്കെ ചെയ്ത് വെക്കാം ഗൈസ്. ഈ കോളൊക്കെ ഒന്ന് എടുക്കട്ടെ മൈൻഡ് ചെയ്ത്. കോള് കുറേ കിട്ടി ഗൈസ്, ബാക്കിയൊന്നും അധികം കിട്ടിയില്ല. മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് നേരെ ഞാൻ കുറേ ടോർച്ച് അങ്ങോട്ട് ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ 8 ടോർച്ച് നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു ഇത്തിരി വുഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ടോർച്ച് ഉണ്ടാക്കാവുള്ളൂ. നമുക്ക് ഇവിടെ ഒരു മരമുണ്ട് ഗൈസ്, നമുക്ക് ഇതാദ്യം മുറിച്ചെടുക്കണം. അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ടോർച്ചൊക്കെ അവിടെ അടുത്ത് വേണം ഗൈസ്, ടോർച്ചൊക്കെ വെക്കാം ഗൈസ്. അവിടെ ഒരുത്തൻ സ്കെൽട്ടൻ ഫുൾ ആർമറുമായിട്ട് അവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവനെ കൊല്ലണം. ഞാൻ ഷീൽഡ് എടുത്തുനിന്ന് കൈ പിടിക്കട്ടെ. ഷീൽഡ് എൻ്റെ കയ്യിലില്ല. ഷീൽഡ് എടുത്തുനിന്ന് കൈ പിടിച്ചിട്ട് നമുക്ക് നേരെ അവനെ പോയി കൊല്ലുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം നമ്മുടെ ഷീൽഡ് ഉണ്ട് അടിച്ചുറക്കുന്നത്. പക്ഷെ അവനെ വെട്ടാൻ നമ്മുടെ അധികം സാധനമൊന്നുമില്ല ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഷിയർ ഉണ്ട് പുതിയതായിട്ട്, നമുക്ക് അത് വെച്ച് അവനെ കൊല്ലാം ഗൈസ്. അപ്പോൾ നമ്മളിരുന്ന് ഇവിടെ നല്ല അടി കിട്ടി ഗൈസ്. അപ്പോൾ നല്ലൊരു ശുഭമായിരുന്നു അത്. നമുക്ക് ഇനി നേരെ പോയി അവനെ അടിക്കണം ഗൈസ്. അവനെ അടിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ ചത്തുപോകും ഗൈസ്. അവനെ കൊല്ലണം നമുക്ക് ആദ്യം.
ഈ ഗുഹ വലുതാണെന്നാണ് തോന്നണത്. നോക്കണം. കൊല്ലട്ടെ ഗൈസ് നമുക്ക് ആദ്യം അവനെ. കൊന്നാലേ നമുക്ക് ഇനി എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ചാവണില്ല ഗൈസ്. ഞാൻ എന്ത് ഇത്ര അടി അടിച്ച് ഞാൻ. ഇപ്പോൾ ഗൈസ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂഞ്ചിയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഒന്ന് ലൈറ്റ് വെക്കട്ടെ ആദ്യം, അല്ലേ അവൻ ഇനിയും ഒന്ന് സ്പോണാവും. ഓക്കെ, ഇപ്പോൾ ഗൈസ് അവിടെ ഗുഹയല്ല ഇത്. വെറുതെ കഷ്ടപ്പെട്ട് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ഗൈസ് അപ്പുറം ഭാഗത്ത് എത്തി. നമ്മൾ കുഴിച്ചൊന്നുമില്ല, നേരെ നടന്നപ്പോൾ തന്നെ അപ്പുറം ഭാഗത്ത് എത്തി ഗൈസ്. ശുഭം. ഗൈസ് നമുക്കിനി വേറെ വല്ല സ്ഥലവും കാണുമോ ഗൈസ്? ഇവിടെ തപ്പണം നമുക്കിത്തിരി. നമ്മളിപ്പോൾ ഗുഹ തപ്പി നടക്കാൻ നേരത്തുള്ള ക്രീപ്പറും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ ഷീൽഡും വെച്ചിരുന്നപ്പോൾ അത് അതിൻ്റെ ഇത് നമുക്ക് ഏറ്റില്ല ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഗുഹ ഒരിക്കലും കിട്ടില്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഞാൻ തപ്പി തിരഞ്ഞിട്ടുള്ളും കിട്ടില്ല ഗൈസ്. അപ്പോൾ ഈ ഐലൻഡ് സർവേയിൽ ഇത്തിരി പണിയാണ്. നമുക്കിത് ഇത്രയും വലിയ ബിൽഡാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.